സപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധി നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കും. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ കാര്യമായ പരിഗണന നൽകാത്തതടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഷാഫി പറമ്പിലായിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. വിവരങ്ങളുമായി സേഫ് സെയിൻ ലാബ്ദീനുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെയിൻ ലാബ്ദീനുണ്ട്. വിവരങ്ങളുമായി സേഫ്, ഇന്ന് സഭയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? സപ്ലൈകോവുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ വേണ്ടി പ്രതിപക്ഷം തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഭയ്ക്കുള്ളിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് സപ്ലൈകോയ്ക്ക് കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ബജറ്റിൽ കാര്യമായ പണം അനുവദിച്ചില്ല. ഈ അവശ്യ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ വർദ്ധിച്ച് കയറുകയാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഇടപെടാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. ഇതാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചക്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അത് വലിയ ചർച്ചകളിലേക്ക് പോകാൻ മറ്റും സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഭക്ഷ്യമന്ത്രി GR അനിലാണ് അതിന് മറുപടി പറയേണ്ടത്. ഇതിനകത്ത് കൗതുകമായി തോന്നുന്നത് CPIക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. CPIയുടെ എല്ലാ മന്ത്രിമാർക്കും വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ബജറ്റിൽ കാര്യമായ പണം അനുവദിച്ചില്ല എന്ന പരാതി CPIക്ക് ഉണ്ടായിരുന്നു. അത് ബജറ്റ് കഴിഞ്ഞതിന് ശേഷം മന്ത്രി ധനമന്ത്രിക്ക് കൈകൊടുക്കാതെ പോയി ഭക്ഷ്യമന്ത്രി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്ന സമയത്ത് ഇന്നലെ ഭരണപക്ഷത്തുമായിരുന്നു പ്രതിപക്ഷത്തുമായിരുന്നു. ആ രണ്ട് റോളുകളും അദ്ദേഹം വളരെ കൃത്യമായി, ഭക്ഷ്യവകുപ്പിന്റെ കാര്യം വന്നപ്പോൾ ഒരു പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന സ്വരം വളരെ കൃത്യമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് 500 കോടി രൂപയെങ്കിലും ഒരു പ്രത്യേക പാക്കേജ് എങ്കിലും അനുവദിക്കാൻ ധനമന്ത്രി കനിയണമേ തയ്യാറാകണമെന്ന് പറഞ്ഞതാണെങ്കിലും നമുക്കത് കേട്ടാൽ തോന്നുമോ ഒന്ന് കനിയണമേ എന്ന CPIയുടെ ആഗ്രഹം പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് സൈഫെ. കാരണം നമുക്കിപ്പോൾ സപ്ലൈകോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുവിപണിയിലെ വിലവർദ്ധനവിനെ പിടിച്ചു നിർത്തുന്നത് എപ്പോഴും സപ്ലൈകോയ്ക്ക് ഒരു ഇടപെടലുണ്ട്. അവിടെയുള്ള 13 ഇന സബ്സിഡി സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇടത്തരക്കാർ വരെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റ കാലത്ത് വലിയ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പം നമ്മൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സബ്സിഡി സാധനങ്ങൾ തീരെ ഉണ്ടാവില്ല എന്നത് വളരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ എന്ത് വേണം? ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ്? സപ്ലൈകോയിലേക്ക് കരാർ എടുത്തിരിക്കുന്നവർക്ക് 300 കോടി രൂപയിലധികം കുടിശ്ശികയാണ്. അന്യ സംസ്ഥാനത്തെ മില്ലുകളും കർഷകരും സപ്ലൈകോ അവിടെ നിന്നായിരുന്നു സമാഹരിച്ചുകൊണ്ടിരുന്നത്. അവർ ഇപ്പോൾ സപ്ലൈകോയ്ക്ക് കൊടുക്കുന്നില്ല. കഴിഞ്ഞ മാസം നടത്തിയ സപ്ലൈകോയുടെ ടെൻഡറിൽ പോലും പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല ഈ കരാറുകാർ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രതിസന്ധിയുടെ ആഴമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് സേഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നതെങ്കിലും ഭരണപക്ഷത്ത് ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI ഇതൊക്കെ ചർച്ചയാവട്ടെ എന്ന് മനസ്സാലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്ഷ്യമന്ത്രിയാണ് മറുപടി പറയുന്നതെങ്കിൽ ആ മറുപടി എങ്ങനെയായിരിക്കും എന്നത് ഞാൻ വളരെ കൗതുകപൂർവ്വം ഉറ്റുനോക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല എന്നാണ് ഭക്ഷ്യമന്ത്രിക്ക് സഭയിൽ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അതല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ വിമർശനം ഉന്നയിക്കുമ്പോൾ സാജുക്ക പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷം ഡെപ്യൂട്ടി സ്പീക്കറാണ് അല്ലെങ്കിൽ CPI ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ഭക്ഷ്യവകുപ്പിന് പണം അനുവദിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും തരത്തിൽ വസ്തുതയുണ്ട്? കാരണം സാജുക്ക ബജറ്റ് കഴിഞ്ഞതിന് ശേഷം തിരക്കുന്നുണ്ടായിരുന്നു. ഭക്ഷ്യവകുപ്പിന് കഴിഞ്ഞ തവണ ഇത്തവണ എത്ര രൂപ അനുവദിച്ചിട്ടുണ്ട്? കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പണം അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിച്ചു വരുന്ന പണത്തിന്റെ തോതിൽ വലിയ കൂടുതലോ ഒന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ അതിലധികം പണം വേണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്. അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിപണി ഇടപെടലിന് 25 കോടി രൂപ പ്രത്യേകമായി കൂടി ഈ ബജറ്റിലുണ്ട്. പക്ഷെ ബജറ്റ് പ്രസംഗത്തിൽ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബജറ്റിന്റെ രേഖകളിലേക്ക് പോകുമ്പോൾ ഭക്ഷ്യവകുപ്പ് നേരിടുന്ന പ്രതിസന്ധി നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെയിൻ ലാബ്ദീനും ഒപ്പം KR സാജുവുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.